ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സൺഡേ മൺഡേ എന്ന ഈ പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ. അതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും അതുപോലെ ബുഷായിട്ട് വളരാൻ എന്ത് ചെയ്യണം, നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നഴ്സറികളിൽ ഇപ്പോൾ സൺഡേ മൺഡേ എന്ന പ്ലാന്റ്സ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. മണമുള്ളതുണ്ട്, മണമില്ലാത്തതുണ്ട്, അങ്ങനെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് പ്ലാന്റ്സുകളെ നമുക്ക് നഴ്സറികളിൽ ലഭ്യമാണ്. ഈ ചെടി എന്നും നമുക്ക് പൂക്കൾ തരും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. എല്ലാ ദിവസവും പൂക്കൾ ഉണ്ടാവും ഈ ചെടിയിൽ, നിറഞ്ഞു പൂക്കുകയും ചെയ്യുമേ. അപ്പോൾ ഈ പൂക്കൾ ആദ്യം ഉണ്ടാകുന്നത് നല്ല വയലറ്റ് കളറിലാണ് പൂക്കൾ വിരിയുന്നത്. അതിനുശേഷം അതിനൊരു രൂപമാറ്റം സംഭവിച്ചിട്ട് ഒരു ലൈറ്റ് വയലറ്റ് ആകുന്നു. അതിനുശേഷം ഒരു വൈറ്റ് കളറിലേക്ക് ആ പൂ മാറുന്നു. അതൊരു അത്ഭുതം തന്നെയല്ലയോ, ഒരു പൂ തന്നെ പല കളറായിട്ട് മാറുന്നതേ. നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാന്ന് നോക്കിയേ, കണ്ടോ? ഇത് നല്ല സ്മെല്ലുള്ള ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സ്മെല്ലാണ്, പെർഫ്യൂമിനെ വെല്ലുന്ന സ്മെല്ലെന്ന് പറയാൻ പറ്റും. കണ്ടോ, നമുക്ക് നഴ്സറികളിൽ ഈ ചെടി കിട്ടുന്നത് ചെറിയ കവറുകളിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് നമ്മളൊന്ന് റെഡിയാക്കിയാലുണ്ടല്ലോ, നല്ല ചെടിയായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് പൂക്കൾ തരും. അതുപോലെ നമുക്കിതിനെ ഡയറക്റ്റ് മണ്ണിൽ നട്ടുപിടിപ്പിക്കാം. സ്ഥലമൊക്കെ ഉള്ളവർക്ക് മുറ്റത്ത് പിന്നെ ഒരു നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് നമുക്കിതിനെ വെച്ച് പിടിപ്പിക്കാവുന്നതാണേ. അതുപോലെ അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വെക്കുവാൻ ശ്രദ്ധിക്കുക. ചട്ടിയിൽ വളർത്തുമ്പോഴും നമ്മൾ നല്ല പോട്ടി മിക്സ് കൊടുക്കണം. വെള്ളം നന്നായിട്ട് വെള്ളം ഡ്രെയിനേജായി പോകണം. അപ്പോൾ നല്ല ചരല് ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർത്ത് നമുക്കിത് നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി, അതുപോലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റുമേ. അങ്ങനെ നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മതി. ഇത് നിറഞ്ഞ് പൂക്കളിടും. അപ്പോൾ നമുക്ക് നിലത്ത് ഡയറക്റ്റ് നമ്മൾ വെക്കുമ്പോഴും നല്ല രീതിയിൽ അടിവളം കൊടുക്കണം. അടിവളം കൊടുത്തിട്ട് നമ്മൾ നടുവാണെങ്കിൽ, നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുന്ന ചെടിക്ക് പിന്നീട് നമ്മൾ പിന്നെ വളങ്ങളൊക്കെ കൊടുക്കുമെങ്കിലും ആദ്യം കൊടുക്കുന്ന ആ വളമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അടിവളമായിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ നിലത്ത് വെക്കുന്ന ചെടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചെടിയെ വളർത്തിയെടുക്കുന്നത്. അപ്പം ഒരിക്കലും മറന്നു പോരുത്, നമ്മൾ ചെടി നേരെ കൊണ്ടുവന്നിട്ട് നിലത്തോട്ട് അങ്ങ് കുഴിച്ചു വെക്കരുത്. അതിന് നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ട് വേണം നമ്മൾ ആ ചെടി നട്ടുപിടിപ്പിക്കാനേ. കണ്ടോ, നല്ലൊരു പ്ലാന്റാണേ. ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ 2 നേരവും ചെറിയ രീതിയിലൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ നല്ലതായിട്ട് നിൽക്കുമേ, വാടിപ്പോകാതെ വേണം. അപ്പം ഈ ചൂടിലൊക്കെ പെട്ടെന്ന് വാടുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. നമ്മൾ വെള്ളമൊക്കെ ചട്ടിയിലൊക്കെ വെച്ചേക്കുവാണെങ്കിലേ, അപ്പം നമ്മൾ 2 നേരവും ചെറിയ രീതിയിൽ നനച്ച് കൊടുക്കുക. പിന്നെ ഈ ചെടിയെ നമ്മൾ വെച്ച് കവറിൽ നിന്ന് ഒക്കെ എടുത്ത് നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വളർന്നതിന് ശേഷം നമ്മളുണ്ടല്ലോ അതിന് നാമ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനെ മണ്ടയൊന്ന് നുള്ളി കൊടുക്കണേ. അപ്പം വേറെ ശിഖരങ്ങൾ വരും. ആ ശിഖരങ്ങൾ വീണ്ടും നമ്മൾ നുള്ളി കൊടുക്കണം. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഇതുപോലെ ശിഖരങ്ങളൊക്കെ വന്ന് നല്ലൊരു ഷേപ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ നുള്ളിക്കൊണ്ടേയിരിക്കണം. ഓരോ സമയത്തും ബ്രാഞ്ചസ് വരും, ആ ബ്രാഞ്ചസ് വീണ്ടും നുള്ളണം. അങ്ങനെ വരുമ്പോൾ അടുത്ത ബ്രാഞ്ച് വരും. അങ്ങനെ നമ്മളത് മറന്നു പോകരുത്. നമ്മൾ ചെടി വെച്ചിട്ട് നമ്മളുണ്ടല്ലോ അതിനെ ഇങ്ങനെ നോക്കാതൊക്കെ വിട്ട് കഴിഞ്ഞാൽ അത് ഒരു നീണ്ടങ്ങ് വളർന്നു പോകും. അങ്ങനെയല്ല, നമ്മൾ ആ ചെടിയെ ഒന്ന് നല്ല രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം ചെടിയെ. അപ്പോൾ അതിനെ നമ്മൾ നുള്ളി കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതിലൊക്കെ ഇപ്പം നിറയെ മുട്ടുകൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രൂണിങ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അത് നമ്മൾ ആ ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ബ്രാഞ്ചസ് വന്ന് ആ ചെടി നിറയെ മുട്ടുകൾ വരും. ആദ്യം വരുന്ന മുട്ടുണ്ടല്ലോ, നമ്മൾ ചെടി വാങ്ങിക്കൊണ്ട് വരുമ്പം അതിൽ കുറേ മുട്ടുകളൊക്കെ കാണും. പക്ഷേ നമ്മൾ ആ മുട്ടൊക്കെ ഉണ്ടോ നുള്ളി കൊടുക്കുക. നമ്മൾ ഓർക്കും മുട്ടുണ്ടല്ലോ അത് വിരിയും, പക്ഷേ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശിഖരങ്ങൾ വരുന്നതൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ ഒരു ഷേപ്പാക്കി എടുക്കണം. കണ്ടോ, ഇപ്പം ഇത് ഒരു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ശിഖരങ്ങൾ പൊട്ടിയിരിക്കുന്ന കണ്ടോ. അപ്പം അങ്ങനെ നമുക്കൊരു ചെറിയ ചട്ടിയിൽ വെച്ച് കൊടുത്താലും മതി. പിന്നീട് നമ്മൾ ആ ചട്ടി ഒന്ന് മാറ്റി ഒരു വലിയ ചട്ടിയിലേക്ക് നമ്മൾ ആ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ
ഒരു വലിയ ചട്ടിയിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഒരു വലിയ ചട്ടിയിലിരുന്ന് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർന്ന് ഒരു ചെമ്പരത്തിയൊക്കെ നിൽക്കത്തില്ലേ, അതേപോലെ പിന്നെ വളർന്ന് വന്ന് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ് ഈ സൺഡേ മൺഡേ. ഇതിന് യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നും കൂടെ പേരുണ്ടേ. കണ്ടോ, ഇതിൻ്റെ പൂക്കൾക്ക് ഈ ചേഞ്ചസ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇതിനെ സൺഡേ മൺഡേ എന്നൊക്കെ വിളിക്കുന്നത്. കണ്ടോ, കണ്ട ഇപ്പം ഇത് കണ്ടോ, ശിഖരങ്ങൾ വന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ശിഖരങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ശിഖരങ്ങൾ വരും. കണ്ട, ഇതും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പൂക്കളും അങ്ങാവുമേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കണ്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും വീണ്ടും ആ ശിഖരങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പം അതിൽ നിന്ന് വേറെ ശിഖരങ്ങൾ വരും. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ ഇതുപോലെ നിറഞ്ഞ് പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, നമുക്കറിയാം, ഞാൻ മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മളിപ്പം ഒഴിവാക്കി ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചെടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പിന്നെ പൂക്കളം ഉണ്ടാകാൻ വേണ്ടി കടലപ്പിണ്ണാക്ക് നമുക്ക് മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിന് കൊടുക്കാമേ. കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് പിറ്റേന്ന് തന്നെ നമുക്ക് എടുത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത്, അപ്പോൾ നിറയെ ഇതുപോലെ പൂക്കളുണ്ടാകും. ഈ സമയത്ത് നമ്മൾ കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വളരെ ചൂടാണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ട് നമുക്ക് അതൊക്കെ ഇടാം അതിനകത്ത്. അപ്പോൾ നമ്മൾ അതിന് തക്കവണ്ണം നമ്മൾ ലൈറ്റ് ആക്കണേ. അപ്പം നമുക്ക് ഒന്നുകിൽ നമ്മൾ വെള്ളത്തിൽ, വെറും പച്ച വെള്ളത്തിൽ നമുക്ക് കടലപ്പിണ്ണാക്കിട്ട് പുളിപ്പിച്ചത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അരി കഴുകുന്ന വെള്ളം, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് വെജിറ്റബിളിൻ്റെയൊക്കെ ബാലൻസ് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അതെല്ലാം ഇട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താലും നിറഞ്ഞ് ചെടികൾ പൂക്കും. നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇടയ്ക്ക് ചാണകപ്പൊടി, എല്ലുപൊടിയും കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ നമുക്ക് ഈ ഒരു വളവും നമുക്ക് ചെയ്യാം. കടലപ്പിണ്ണാക്കിൻ്റെ തെളി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് നല്ല രീതിയിൽ നല്ല പച്ച കളറായിരിക്കും നമ്മുടെ ചെടികളുടെ ഇലകൾക്കൊക്കെ കടലപ്പിണ്ണാക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴേ. അപ്പം നല്ല രീതിയിൽ നല്ല തളിരിട്ട് നമ്മുടെ ചെടി വളരുകയും ചെയ്യും. അതുപോലെ പൂക്കളും ഇടുവേ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ ചെടി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ടും ഈ ചെടി വാങ്ങി വെക്കണം. ഇത് നമ്മുടെ പെട്ടെന്നൊന്നും ഈ ചെടി നശിച്ചു പോകത്തില്ല. നമ്മൾ നിലത്താണെങ്കിലും വെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നാളുകൾ, വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെ നമ്മളതിനെ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അതാണ് അതിൻ്റെ ഒരു നമ്മൾ ഒരു ചെടി വാങ്ങി നട്ടാൽ മാത്രം പോരാ, അതിനെ ഒരു ബുഷാക്കി ഒരു ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കുറച്ച് പണിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആ ചെടിയൊക്കെ ഒന്ന് നോക്കി അതിനെ ഇതുപോലെ കണ്ട ശിഖരങ്ങളൊക്കെ വരണം. അത് നല്ലൊരു ചെടിയായിട്ട് നമ്മളൊരു 5 അടി പൊക്കുമെങ്കിൽ ഇത് പോയിട്ട് നല്ല ബുഷായിട്ട് വളർന്ന് നിന്ന് നിറഞ്ഞ് പൂക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇപ്പം ഇത് വേണേലും വളർന്ന് വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ ആകുമ്പോഴാണ് നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. കണ്ടോ. പിന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് പൊട്ടാഷൊക്കെ കൊടുക്കാം. അത് നമുക്ക് പിന്നെ ഈ ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്നതാണേ. കണ്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ പുതിയ തൈ പിടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സ്റ്റെം ഉണ്ടല്ലോ, ബ്രൗൺ കളറായ ഇച്ചിരി വണ്ണമായ ഉള്ള കമ്പുകളെ നമുക്ക് ചെറിയ കവറിൽ മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് കുത്തി കൊടുത്താൽ മതി. നമുക്ക് തൈയാക്കി എടുക്കാൻ പറ്റുമേ. അങ്ങനെ ഷെയ്ഡിൻ്റെ കീഴിൽ വെച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ അങ്ങനെ നമുക്ക് പുതിയ തൈ ആക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചാണ് നമ്മൾ തൈ പിടിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.